വോട്ട് പിടിക്കാൻ ലക്ഷ്യമിട്ട കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും കൂടി നടത്തിവന്ന ഭാരതരി വിതരണം അവസാനിച്ചു. തൃശൂരിൽ ഭാരതരി വിതരണവുമായി നടന്ന നേതാക്കളെയും അരി വിതരണ വാഹനങ്ങളെയും ബി.ജെ.പി കേന്ദ്രങ്ങളിൽ പോലും കാണാനില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഭാരതരി തന്നെ അപ്രത്യക്ഷമായെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷന്റെ പേരിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരതരി NCCFന്റെ വിൽപ്പനശാലകളിലോ പൊതുവിതരണ കേന്ദ്രങ്ങളിലോ ലഭ്യമായിരുന്നില്ല. ഭാരതരി സംസ്ഥാനത്ത് ആദ്യം വിതരണം തുടങ്ങിയത് തൃശൂരിലായിരുന്നു. ബി.ജെ.പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു അരി വിതരണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേന്ദ്ര സർക്കാരിന്റെ ഭാരതരി എവിടെയും കാണാനില്ലെന്ന് നാട്ടുകാരും പറയുന്നു. അരി എന്ന് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഇലക്ഷന് മുന്നൊക്കെ ആയിട്ട്. പക്ഷെ നമ്മളത് കണ്ടിട്ടൊന്നുമില്ല. നമ്മളന്ന് അറിഞ്ഞെന്താ വെച്ചാൽ ബി.ജെ.പിക്കാർ അവരുടെ കേന്ദ്രങ്ങളിൽ കൊണ്ട് ഇത് വിതരണം ചെയ്യുന്നതാണ് നമ്മൾ അറിഞ്ഞത്. നമ്മളിത് കണ്ടിട്ടൊന്നുമില്ല. ഇപ്പം അതിനെക്കുറിച്ച് കേൾക്കാനുമില്ല, ആരോ പറയണ കേൾക്കാനൊന്നുമില്ല. ഭാരത് റൈസ് എന്നൊരു ഓമനപ്പേര് മോദിയുടെ പടക്കം വെച്ച്, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ പടക്കം വെച്ച് 10 കിലോൻ്റെ ചാക്കിൽ 29 രൂപയുടെ അരി ഇവിടെ ഈ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ മെയിനായിട്ട് ഈ അമ്പലങ്ങളുടെ മുമ്പിലാണ് അവരുടെ കേന്ദ്രം നോക്കിയിട്ട് അമ്പലങ്ങളുടെ മുമ്പിലാണ് വിതരണം. ഇവിടെ പൂങ്കുന്നത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രീരാമൻ്റെ അമ്പലം, അതേമാതിരി കുട്ടംകുളങ്ങര അമ്പലം, വടക്കുന്നാഥ അമ്പലം, തിരുവമ്പാടി അമ്പലം, അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വിതരണം ചെയ്തു. പക്ഷേ അതൊക്കെ ആ ഇലക്ഷന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയം വന്ന് എല്ലാ സ്ഥാനാർത്ഥികളും വന്ന് അവരൊക്കെ ഇലക്ഷൻ പ്രചരണത്തിൽ രംഗത്ത് വന്ന ശേഷം പിന്നെ ഈ അരി രാജ്യത്ത് കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 1 മാസം മുൻപാണ് ഭാരത് റൈസ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ 10 കിലോ 5 കിലോ വീതമുള്ള ചാക്കുകളിലായിരുന്നു വിതരണം. FCI ഗോഡൌണുകളിൽ നിന്നും അരി മൊത്തമായി വാങ്ങി പാക്കറ്റിലാക്കി ഭാരതരി എന്ന ലേബലിൽ വിതരണം ചെയ്യുകയായിരുന്നു. ഓരോ സ്ഥലത്തും വാഹനത്തിൽ വിതരണത്തിനെത്തിയതും ബി.ജെ.പി പ്രവർത്തകരായിരുന്നു. ഇവരുടെ വീട്ടുകാരും ബന്ധുക്കളും തന്നെയാണ് അരി വാങ്ങാൻ വന്നതും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേന്ദ്രത്തിന്റെ ഭാരതരി ആവിയായിപ്പോയി. അതേസമയം സംസ്ഥാന സർക്കാർ വിപണിയിൽ ഇറക്കിയ കെ-റൈസ് 30 രൂപയിൽ താഴെ വിലയ്ക്ക് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ ഇപ്പോഴും ലഭ്യമാണ്. കൈരളി ന്യൂസ്, തൃശൂർ.